കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏലക്ക ഉൽപാദനം കുറഞ്ഞത് ഏലം കർഷകരെ വലയ്ക്കുന്നു. വിലയുണ്ടെങ്കിലും വിളവില്ലാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. വിളവ് നാലിലൊന്നായി കുറഞ്ഞത് കർഷകരെ കടക്കണിയിലുമാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുള്ള അതിതീവ്ര മഴയും കാറ്റും കാരണം ഏല ഉൽപാദനം കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം കനത്ത വേനലായിരുന്നു വില. ഇക്കുറി അത് മഴയുടെ രൂപത്തിലായി. വില 2200 മുതൽ 2700 വരെ ഉയർന്നിരിക്കുന്ന സമയത്താണ് ഈ തിരിച്ചടി. ഇടുക്കിയിൽ 30% ഉൽപാദനം കുറഞ്ഞതായാണ് കണക്ക്. കഴിഞ്ഞ 2 മാസത്തിനിടെ 40 ദിവസത്തിലേറെ മഴയായിരുന്നു. ഇതോടൊപ്പം ചരവും ചെമ്പും അഴുകി നശിച്ചു. ഇത് ഉൽപാദന ഇടിയലിന് കാരണമായി. മെയ് പകുതിയോടെ ആരംഭിച്ച മഴ ഇടവേളകളില്ലാതെ തുടർന്നതാണ് തിരിച്ചടിയായത്. ഈ വർഷം ന്യായമായ ഒരു വിലയാണ് ഏലകൃഷിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വർഷം മഴ കൂടുതലാണെന്ന് ചോദിച്ചാൽ കൂടുതലല്ല, എന്ന് കുറവാണോ കുറവല്ല താനും. എന്നാലും ഈ നവംബർ മാസം പകുതി വരെ നീണ്ടു നിന്നൊരു മഴ ഈ ഏലം കർഷകരെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പം 4-5 റൗണ്ട് എടുക്കേണ്ട സമയത്ത് ഇപ്പം 4 റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതുപോലെ നിൽക്കുന്നതുകൊണ്ട് പുതിയ ശരം പൂട്ടി ഇനിയിപ്പോൾ പെട്ടെന്ന് തണുപ്പ് കാലമായി. തണുപ്പ് കാലം കഴിഞ്ഞപ്പോൾ പൂ വിരിയുന്നില്ല. പൂ വിരിയാതെ വരുന്നത് മൂലം ഒത്തിരി ഒരു 2 മാസത്തേക്കുള്ള പൂവിൻ്റെ ഒരു ഫലവും നമുക്ക് കർഷകർക്ക് ലഭ്യമാകില്ല. ന്യായമായ വില ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഉൽപാദനം വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇടയ്ക്കിടെയുണ്ടായ അതിതീവ്ര മഴയിലും ഒപ്പമുണ്ടായ കാറ്റിലും ഏലത്തട്ടുകൾ കൂട്ടത്തോടെ മറിഞ്ഞു വീണത് വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. പ്രതികൂല കാലാവസ്ഥ കാരണം കായ്പിടുത്തവും കുറഞ്ഞു. വളം, കീടനാശിനിയുടെ വിലവർദ്ധനവും ഉയർന്ന കൂലിയും നൽകിയാണ് ചെടികളെ പരിപാലിച്ചത്. ഉൽപാദനക്കുറവ് കർഷകരെ ഇപ്പോൾ തളർത്തിയിരിക്കുകയാണ്. 5 തവണ കായെടുക്കേണ്ട സമയത്ത് 3 തവണ മാത്രമാണ് കായെടുക്കാൻ കർഷകർക്കായത്. പ്രതീക്ഷിച്ചത്ര കായും ലഭിച്ചില്ല. കൂലി നൽകാൻ മാത്രമാണ് കർഷകർക്കായത്. ഈ വർഷം സാധാരണ കർഷകർ വലിയ കടബാധ്യതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.